എൻ്റെ പാരൻസിൻ്റെ 24th വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. എന്നിട്ട് ഒരു ഡിന്നറിന് കൂട്ടിക്കൊണ്ടുപോകാൻ വിചാരിച്ചു. നടന്നില്ല. നമ്മൾ ലഞ്ചിന് കൊണ്ടുപോവാണ്. നമ്മുടെ ബിസിനസ് കൂടുമ്പോൾ, നമ്മുടെ ബ്രാഞ്ചസ് കൂടുമ്പോൾ നമ്മുടെ ഫാമിലി ടൈം കുറവാണ്. നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ പോകാനോ വിചാരിക്കുന്നിടത്ത് പോകാനോ നമുക്ക് പറ്റില്ല. സോ എത്ര ബിസിനസ് ആണെങ്കിലും ഫാമിലിക്ക് വേണ്ടിയിട്ടൊരു ടൈം മാറ്റി വെക്കുക, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. നമ്മൾ അടൂർ വൈറ്റ് പോർട്ടിക്കോളായിട്ടാണ് പോകുന്നത്. നമ്മളിപ്പോൾ ഇറങ്ങിയത് ബഫയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇറങ്ങി അവിടെ എത്തിയപ്പോൾ തന്നെ 3 മണിയായി. അത് ക്ലോസ് ആയിട്ടുണ്ട്. ഇവരോട് യാത്ര പോയാൽ ഫുൾ കാറിലിരിക്കുമ്പോഴും ഇതുപോലെ സ്റ്റാഫ് വിളിച്ചുകൊണ്ടേയിരിക്കും, കസ്റ്റമേഴ്സ് വിളിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ വന്നിരുന്നാലും എല്ലാവരും ഫോണിലാണ്. ഇങ്ങനൊരു വീഡിയോ ഫാമിലിയായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം ഷെയർ ചെയ്യാണ്. നമുക്ക് നമ്മുടെ ലൈഫിൽ എത്ര പൈസ ഉണ്ട് പറഞ്ഞാലും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആ ഒരു മെയിൻ തിങ് നമുക്ക് വേണ്ടത് സമാധാനവും സന്തോഷവുമാണ്. ലൈഫിൽ നമ്മൾ സ്നേഹിക്കുന്നവരുടെ കൂടെയുള്ള വിലപ്പെട്ട സമയങ്ങളാണ്. അപ്പോൾ എത്ര ഇതാണെങ്കിലും നമ്മൾ അവർക്ക് കൊടുക്കുന്ന ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീട്ടിൽ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഹൗസ് വൈഫാണ്, അമ്മയും അച്ഛനും അടുത്താണ്, ചിലപ്പോൾ കടയിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ എവിടെയും കൊണ്ടുപോകത്തില്ല, എടുക്കത്തില്ല എന്നൊക്കെ. കൂടെ അവരുള്ള ടൈം ആക്ച്വലി അതിൻ്റെ വില അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. അപ്പം നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് നിൽക്കുക. കൂടെ പാരൻസ് ഉള്ളതിൻ്റെ ഹാപ്പിനെസ് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ അങ്ങനെ കുറ്റം പറയുന്നത്. നിങ്ങൾക്കെന്തോ അങ്ങനെ തുടങ്ങിയ പാടില്ല, ഇങ്ങനെ തുടങ്ങിയ പാടില്ല എന്നൊക്കെ വെച്ച് കളിയാക്കണ പാരൻസിൻ്റെ മക്കളുണ്ട്. സോ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് എന്ന് റിയലൈസ് ചെയ്യുക. ഉള്ള ടൈം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക.